ഹലോ കൂട്ടുകാരെ, ഇപ്പം മഴ സീസണാണല്ലോ. ഇന്ന് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പെയ്തിട്ടുണ്ടോ മഴ? ഇവിടെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലൊക്കെ നല്ല മഴ, പിന്നെ വെളുപ്പാങ്കാലത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ മഴ അങ്ങ് നിന്നു, കുറേ കുറഞ്ഞ് അങ്ങനെ ശാന്തമായിട്ട് നിന്നിട്ട് പിന്നെ ഒരു 9 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ ഒരു 4 മണി വരെയും പെയ്ത് നിന്നിട്ട് ഇപ്പോഴാണ് തോർന്നത്. ഞങ്ങളുടെ വീടിനകത്ത് കണ്ട ഷീറ്റെല്ലാം നനഞ്ഞ്, ഷീറ്റിനകത്തെല്ലാം വെള്ളം ഇറങ്ങി, ഭിത്തിയെ കൂടെ ഇറങ്ങി താഴോട്ട് വന്നിട്ട് റൂമിലൊന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കാണെങ്കിൽ പനിയായിരുന്നു. പിന്നെ പനി മാറുന്നുമില്ല, തണുപ്പെല്ലാം കൂടെ സഹിക്കാൻ വയ്യ. ബെഡെല്ലാം നനഞ്ഞ് കിടക്കുക. ബെഡിലെല്ലാം വെള്ളം, മേളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങുക. ഭിത്തിയെ കൂടെ എല്ലാം വെള്ളം ഇറങ്ങി, ഇതാ ഭിത്തിയെല്ലാം നനഞ്ഞ് ഷീറ്റിൻ്റെ മൂലഭാഗത്തിലെല്ലാം വെള്ളം വീണ് നിന്ന്. ഞാൻ ഡോറ് പോലും ഇപ്പോഴാണ് തുറന്നത്. എനിക്ക് തണുപ്പ്, പുറത്തുനിന്നുള്ള കാറ്റും ഇതിനകത്തെ തണുപ്പും എല്ലാം കൂടെ സഹിക്കാൻ വയ്യ. ഒത്തിരി കോൾഡായിപ്പോയി. ഇവിടെ എല്ലാ റൂമിനകത്തും വെള്ളമാണ്. എല്ലാ റൂമിനകത്തും ഷീറ്റെല്ലാം നനഞ്ഞതാണ്, കണ്ടോ? എല്ലാത്തിൻ്റെ എല്ലാ മൂലഭാഗത്തെല്ലാം വെള്ളം തങ്ങി നിന്നിട്ട് ചപ്പുചവറൊക്കെ കാണും, അതൊക്കെ നിന്നിട്ട് വെള്ളം നിൽക്കുന്നതായിരിക്കും. പിന്നെ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ. കിച്ചണിൽ താന്ന് നിൽക്കുക ഷീറ്റ്, അപ്പോൾ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് അടുപ്പൊക്കെ നനയും. അടുപ്പിലൊന്നും ഞാൻ തീ കത്തിക്കത്തില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം നനഞ്ഞു കുതിർന്ന്. ഇവിടെ റെഡ് ഓക്സൈഡാണ് തറ, അപ്പം ഭയങ്കര തണുപ്പാണ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കരമായ തണുപ്പാണ് ഇതിനകത്ത്. അടുത്ത മഴയ്ക്ക് മുമ്പ് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറണമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീട്, നമുക്കൊരുപാട് സൗകര്യം വേണ്ട, ചെറിയ 2 റൂമും അടുക്കളയും കിട്ടിയാൽ മതി. ഇങ്ങോട്ടെങ്കിലും താമസം മാറാൻ വേണ്ടി നല്ല വെൻറ്റിലേഷനൊക്കെ ഉണ്ട്. ഞാനിതെല്ലാം ഓരോന്നൊക്കെ പെറുക്കി വെച്ച് അടച്ചു വെച്ചിരിക്കുക, തണുപ്പും കൊതുകും കയറാതിരിക്കാൻ. എല്ലായിടവും വെൻറ്റിലേഷനാണ്. അപ്പുറത്തെ സൈഡിലുണ്ട്. മോനിത് വേസ്റ്റ് ബോർഡൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ട് തന്നു.